ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഐമെക് പോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഊർജിതമാക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് 2024 ജൂണിൽ ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടി സമാപിച്ചത്. എന്താണ് ഐമെക്? ഒന്നുകൂടി നോക്കാം. ഐമെക് പോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഊർജിതമാക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് 2024 ജൂണിൽ ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടി സമാപിച്ചത്. എന്താണ് ഐമെക്? സൗദി അറേബ്യ, ഇന്ത്യ, UAE, യൂറോപ്പ്, US തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന റോഡ്, റെയിൽ, സമുദ്ര ഗതാഗത ശൃംഖലയെയാണ് ഐമെക് എന്ന് പറയുന്നത്. എന്താണ്? സൗദി അറേബ്യ, ഇന്ത്യ, UAE, യൂറോപ്പ്, US തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന റോഡ്, റെയിൽ, സമുദ്ര ഗതാഗത ശൃംഖല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐമെക് എന്ന് പറയുന്നത്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അല്ലെങ്കിൽ ഐമെക്, IMEC എന്നാണ് പൂർണ്ണരൂപം. അപ്പോൾ ഐമെക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നാണ് ഐമെക്കിൻ്റെ പൂർണ്ണരൂപം. ചൈനയുടെ ആഗോള ചരക്ക് ഗതാഗത വ്യാപാര സംരംഭമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് അല്ലെങ്കിൽ BRIക്ക് ബദലായി 2023 സെപ്റ്റംബറിൽ നടന്ന ഡൽഹി ഉച്ചകോടിയിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ചൈനയുടെ ആഗോള ചരക്ക് ഗതാഗത വ്യാപാര സംബന്ധമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ BRIക്ക് ബദലായി 2023 സെപ്റ്റംബറിൽ നടന്ന ഡൽഹി ഉച്ചകോടിയിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ പാർലമെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധി, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ എവിടത്തേക്കാണ് മാറ്റി സ്ഥാപിച്ചത്? ഒന്നുകൂടെ. ഇന്ത്യൻ പാർലമെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധി, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ എവിടത്തേക്കാണ് മാറ്റി സ്ഥാപിച്ചത്? പ്രേരണാസ്ഥൽ. എവിടെയാണ്? പ്രേരണാസ്ഥൽ. പഴയ പാർലമെന്റ് മന്ദിരത്തിനും ലൈബ്രറിക്കുമിടയിലാണ് പ്രേരണാസ്ഥൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ്? പഴയ പാർലമെന്റ് മന്ദിരത്തിനും ലൈബ്രറിക്കുമിടയിലാണ് പ്രേരണാസ്ഥൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധി, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ എവിടത്തേക്കാണ് മാറ്റി സ്ഥാപിച്ചത്? പ്രേരണാസ്ഥൽ. പഴയ പാർലമെന്റ് മന്ദിരത്തിനും ലൈബ്രറിക്കുമിടയിലാണ് പ്രേരണാസ്ഥൽ ഒരുക്കിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി രണ്ടാമതും ചുമതലയേറ്റത് സിറിൽ റമഫോസ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റത് ആരാണ്? സിറിൽ റമഫോസ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റത് സിറിൽ റമഫോസ. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S. മണികുമാർ. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S. മണികുമാർ. ഏത് എഴുത്തുകാരിയുടെ പേരിലാണ് അടുത്തിടെ UAPA അതായത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ചുമത്തിയത്? ഏത് എഴുത്തുകാരിയുടെ പേരിലാണ് അടുത്തിടെ UAPA ചുമത്തിയത്? ആരാണ്? അരുന്ധതി റോയ്. കാശ്മീർ വിഷയത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചാണ് നടപടി. അപ്പം ഏത് എഴുത്തുകാരിയുടെ പേരിലാണ് അടുത്തിടെ UAPA ചുമത്തിയത്? ആരുടെ പേരിലാണ്? അരുന്ധതി റോയ്. കാശ്മീർ വിഷയത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചാണ് ഈ നടപടി. അടുത്ത ചോദ്യം. തിരുവനന്തപുരത്ത് എവിടെയാണ് നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത്? മുട്ടത്തറ. തിരുവനന്തപുരത്ത് എവിടെയാണ് നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത്? മുട്ടത്തറ. പദ്ധതിക്കായി 4 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാരിൽ നിന്ന് നാവികസേന വിലയ്ക്ക് വാങ്ങിയിരുന്നു. മുട്ടത്തറയിൽ ആസ്ഥാനവും വിഴിഞ്ഞം ഭാഗത്ത് കടലിൽ കപ്പലുകൾക്കുള്ള ബർത്തുമാണ് പദ്ധതിയിലുള്ളത്. ഇപ്പോൾ മുട്ടത്തറയിൽ ആസ്ഥാനവും വിഴിഞ്ഞം ഭാഗത്ത് കടലിൽ കപ്പലുകൾക്കുള്ള ബർത്തുമാണ് പദ്ധതിയിലുള്ളത്. തിരുവനന്തപുരത്ത് എവിടെയാണ് നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത്? മുട്ടത്തറ. പദ്ധതിക്കായി 4 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാരിൽ നിന്ന് നാവികസേന വിലയ്ക്ക് വാങ്ങിയിരുന്നു.
മുട്ടത്തറയിൽ ആസ്ഥാനവും വിഴിഞ്ഞം ഭാഗത്ത് കടലിൽ കപ്പലുകൾക്കുള്ള ബർത്തുമാണ് പദ്ധതിയിലുള്ളത്. അടുത്ത ചോദ്യം, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ കിരീടം നേടിയ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അതായത് അണ്ടർ 20 വനിതാ കിരീടം നേടിയ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന മത്സരത്തിൽ ബൾഗേറിയയുടെ ബെലോസ്ലാവ ക്രസ്തേവയെ കീഴടക്കിക്കൊണ്ടാണ് നാഗ്പൂർ സ്വദേശിയായ ദിവ്യ കിരീടം നേടിയത്. കൊനേരു ഹംപി 2001, ദ്രോണവല്ലി ഹരിക് 2008, സൗമ്യ സ്വാമിനാഥ് 2009 എന്നിവർക്ക് ശേഷം ഈ ബഹുമതി നേടുന്ന 4ാമത്തെ ഇന്ത്യക്കാരിയാണ് ദിവ്യ. ഇപ്പോൾ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അതായത് അണ്ടർ 20 വനിതാ കിരീടം നേടിയ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന മത്സരത്തിൽ ബൾഗേറിയയുടെ ബെലോസ്ലാവ ക്രസ്തേവയെ കീഴടക്കിക്കൊണ്ടാണ് നാഗ്പൂർ സ്വദേശിയായ ദിവ്യ കിരീടം നേടിയത്. കൊനേരു ഹംപി 2001, ദ്രോണവല്ലി ഹരിക് 2008, സൗമ്യ സ്വാമിനാഥ് 2009 എന്നിവർക്ക് ശേഷം ഈ ബഹുമതി നേടുന്ന 4ാമത്തെ ഇന്ത്യക്കാരിയാണ് ദിവ്യ. 2024 ജൂൺ 19 അന്തരിച്ച CV ചന്ദ്രശേഖർ ഏത് നിലയിൽ പ്രശസ്തിയാർജിച്ച വ്യക്തിയായിരുന്നു? ഭരതനാട്യ നർത്തകൻ. 2024 ജൂൺ 19 അന്തരിച്ച CV ചന്ദ്രശേഖർ ഏത് നിലയിൽ പ്രശസ്തിയാർജിച്ച വ്യക്തിയായിരുന്നു? ഭരതനാട്യ നർത്തകൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.